കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അവലോകനങ്ങളാണ് തുടരുന്നത്. ഈ അവലോകനങ്ങളിലേക്ക് കുന്നംകുളത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നസീഫെ, നമ്മുടെ അവലോകനങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ പ്രേക്ഷകർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ വിളിച്ചിട്ട് ചോദിക്കുന്നത്. അങ്ങനെ എന്നെ ഒരുപാട് പ്രേക്ഷകർ ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ചു. അതിൽ ഇന്ന് ഒരു പ്രേക്ഷകൻ വിളിച്ചു, കുന്നംകുളത്തുകാരനായിട്ടുള്ള ഒരാൾ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു. അപ്പോൾ അയാള് പറഞ്ഞു, ഞാൻ പാർട്ടിക്കാരനല്ല, പക്ഷെ നിങ്ങൾ തൃത്താലയിൽ പറഞ്ഞത് ശരിയല്ല, തൃത്താലയിൽ MP രാജേഷ് തന്നെ ജയിക്കും, അങ്ങനെയുള്ള നമുക്ക് കൊടുത്തത് അല്ല MP രാജേഷ് തന്നെ ജയിക്കും. അപ്പോ നിങ്ങൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഒരിക്കലും അവിടെ ജയിക്കാൻ സാധ്യതയില്ല, VT ബൽറാമിന് സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പറഞ്ഞു. അപ്പോ ആള് സ്ഥലം പക്ഷെ ഞാൻ അവിടെ അല്ല, ഞാൻ അവിടുത്തുകാരനല്ല, ഞാൻ കുന്നോളത്തുകാരനാണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, കുന്നോളത്താണെങ്കിൽ നിങ്ങൾ ആര് ജയിക്കും? അവിടെ AC മൊയ്തീൻ. പക്ഷെ ഞാൻ പാർട്ടിക്കാരനല്ല, അവിടെ AC മൊയ്തീൻ തന്നെ ജയിക്കും അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഓക്കെ, വടക്കാഞ്ചേരിയിലും അവിടെ സേവിയറേട്ടനകത്ത് പിന്നെ അവിടെ ആര് ജയിക്കാം? അപ്പൊ പറഞ്ഞു വന്നിട്ട് അദ്ദേഹം ഒരു യഥാർത്ഥത്തിലുള്ള ഒരു CPM-കാരനെ പോലെയാണ് എനിക്ക് തോന്നിയത്. അല്ല, അതില് അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് പോയിന്റ് ഉണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം ഈ പറഞ്ഞ രീതിയിൽ CMP തന്നെ അവിടെ മത്സരിക്കുകയാണെങ്കിൽ വേറൊരു കാര്യം ഒരു പോയിന്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരിക്കലും CPM ഇനി അധികാരത്തിൽ വരരുതെന്ന്. അപ്പൊ എന്താണ്, അല്ല, ഇനി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി അതോടുകൂടിയിട്ട് നശിക്കും, അതിനുള്ള സാധ്യതയുണ്ട്. കാരണം സംഘടന ദൗർബല്യങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. SFI-കാർക്കൊന്നും പണിയില്ലാതിരിക്കുകയാണ്, സമരങ്ങൾ നടത്താതെ അവർ വേറെ പല പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. DYF-കാർ വെറും പൊതിച്ചോറ് മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സംഘടനാ സംവിധാനം, അപ്പൊ ഇന്ന് നസീഫ് പറയാൻ ഉദ്ദേശിക്കുന്നത് കുന്നംകുളത്തെ കുറിച്ച്. അപ്പൊ സംഘടനാ സംവിധാനം വല്ലാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇനി മൂന്നാം സ്ഥാനത്തേക്ക്, അല്ല, ഇനി ഒരു മൂന്നാം ഭരണം അല്ലെങ്കിൽ മൂന്നാം പിണറായി സർക്കാർ വേണ്ട എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ CPM-കാരായിട്ടുള്ള ആളുകളടക്കം പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് ആസാദിന് മുന്നിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം. ഇനി നമ്മൾ കുന്നോളത്തേക്ക് പോവുകയാണ്. കുന്നോളത്ത് ഏകദേശം പറയുകയാണെങ്കിൽ 7 തവണ മെജോറിറ്റി വിജയിച്ചിട്ടുള്ള സ്ഥലമാണ് CPM. ഇടതുപക്ഷ മുന്നണി 7 തവണ 57-ന് ശേഷം 7 തവണ കൃത്യമായിട്ട് വിജയിച്ചിട്ടുള്ള, 4 തവണ മാത്രമാണ് അവിടെ ആര് വിജയിച്ചിട്ടുള്ളത്? കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ CPM-ന് മെജോറിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കുന്നോളം. അപ്പോൾ കുന്നോളത്ത് ആരെ വിജയിക്കും എന്ന് പറയുന്നതിന് വലിയ തർക്കമൊന്നും, വലിയ ചർച്ചകൾ കുന്നംകുളത്തെ നിലവിലെ അവസ്ഥയിൽ CPM-ന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് 2021-ൽ നിന്ന് വ്യത്യസ്തമായ ഒരു റിസൾട്ട് അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് നസീഫ് ആദ്യം തന്നെ പറയുന്നത്. അല്ല, 2021-ൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഒറ്റ ക്വസ്റ്റ്യൻ, 2021-ൽ അവിടെ AC മൊയ്തീൻക്കെതിരെ മത്സരിച്ചതാരാ? AC മൊയ്തീൻ മത്സരിച്ചത് K ജയശങ്കർ എന്ന് പറയുന്ന ആളാണ്. എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ചൊവ്വന്നൂര് മറ്റേ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്നു അദ്ദേഹം. AC-ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളല്ല, കാരണം മുൻ മന്ത്രി AC മൊയ്തീൻക്കെതിരെ. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, അത് ഞാൻ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ K ജയശങ്കർ കോൺഗ്രസിന് മണ്ഡലം വിട്ടുകൊടുക്കുകയുണ്ടായി. CMP കോൺഗ്രസിന് മണ്ഡലം വിട്ടുകൊടുക്കുകയും കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥി അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന ഒരാളാണെന്ന് തോന്നുന്നു, കട്ടാക്കമ്പിൽ ജയശങ്കർ എന്നാണ് പറയുന്നത്. ആ ജയശങ്കർ മത്സരിക്കുന്നു. ഏകദേശം 31% വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. പക്ഷേ AC മൊയ്തീൻ അവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലേക്കാണ് പോകുന്നത്. 26,631 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്, 48% വോട്ടോട് കൂടിയിട്ട്. പക്ഷെ 2016-ലെ അവസ്ഥ നോക്കാം. AC മൊയ്തീന് 63,274, 41% വോട്ട് മാത്രമാണ് ആര് കിട്ടിയത്? AC മൊയ്തീന് കിട്ടിയത്. CP ജോണോ മത്സരിക്കും 36%. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയശങ്കറിനേക്കാളും കൂടുതൽ വോട്ടുകൾ സ്വരൂപിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? CP ജോൺ. അതിലൊരു ഘടകമുണ്ട് കേട്ടോ. ഈ CP ജോണ് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് വരുന്ന, നമ്മള് സാമൂഹിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി പൊളിറ്റിക്സിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്, ഒരുപാട് പ്രാധാന്യമുണ്ട്. കുന്നംകുളം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിന് നല്ല വോട്ടിംഗ് പെർസെന്റേജ്. ഇതിനോടൊപ്പം എനിക്ക് കൂട്ടി പറയാനുള്ളത് 2006 തൊട്ടുള്ള ഡാറ്റ വെച്ച് നമുക്ക് നോക്കാം. 2006 തൊട്ടുള്ള ഡാറ്റ, ബാബു എം പാലിശ്ശേരി മത്സരിച്ചത് തൊട്ടിട്ട്. അപ്പോൾ ബാബു എം പാലിശ്ശേരിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു V ബൽറാം ആയിരുന്നു, അഡ്വക്കേറ്റ് V ബൽറാം ആയിരുന്നു. DIC ഡെമോക്രാറ്റിക് ഇന്ത്യ കോൺഗ്രസ് കരുണാകരൻ വിഭാഗത്തിന്റെ അദ്ദേഹം 40,080
വോട്ടാണ് കിട്ടിയത്. 35% അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ ഉണ്ടായിരുന്നത്. പക്ഷേ 21,785 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ജയിച്ചത്. എന്നാൽ ഇവിടെ BJP സ്ഥാനാർത്ഥി കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 6%. ഏകദേശം 6,647 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. BJPയുടെ അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്നത് ബാലകൃഷ്ണൻ നായരാണ്. എന്നാൽ 2011 എത്തിയിരിക്കുമ്പോൾ ബാബു M പാലിശ്ശേരി 58,244 വോട്ട് നേടിയപ്പോൾ 44% വോട്ട് നേടിയപ്പോൾ CP ജോൺ 44% വോട്ട് നേടി 57,763 നെക്ക് ടു നെക്ക് മത്സരമാണ് 2011 അവിടെ കാഴ്ചവെച്ചതെന്നാണ്. നെക്ക് ടു നെക്ക് മത്സരം. ഏകദേശം 481 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഈ 481 വോട്ടിന് പരാജയപ്പെടുമ്പോൾ ഇതിന്റെ വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 800 വോട്ടോളം അദ്ദേഹത്തിന്റെ ഡമ്മി സ്ഥാനാർത്ഥി, CPM വെച്ച ഡമ്മി സ്ഥാനാർത്ഥി അപര സ്ഥാനാർത്ഥി പിടിച്ചു എന്നുള്ളത് അത് ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു രീതി കൂടി കാണാം. 2011 481 വോട്ടിനാണ് തോറ്റത്. അപ്പോൾ ഇവിടൊക്കെ ഗ്രാജുവലി എന്ത് ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് ശക്തി, BJP വളരുന്നുണ്ട്. 2006 BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന 6,000 വോട്ടായിരുന്നു. വെറും 6% ഉണ്ടായിരുന്നിടത്ത് നിന്ന് 2011 എത്തുമ്പോൾ 10,000 വളരുകയും 15,000 വളരുകയും അത് 2016 എത്തുമ്പോൾ 29,000 ആവുകയും 2021 നിൽക്കുമ്പോൾ 27,833 ആവുകയാണ്. ഇപ്രാവശ്യത്തെ തൃശ്ശൂർ ഇലക്ഷനിൽ BJPയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച ശ്രീ K അനീഷ് കുമാർ തന്നെയാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ K അനീഷ് കുമാർ തന്നെയാണ് അവിടെ മത്സര രംഗത്തുള്ളത്. ഇനിയും 2026 മത്സര രംഗത്തേക്ക് വരാൻ സാധ്യതയുള്ളത് അദ്ദേഹം. അതിലൊരു കണക്കെന്താ പറയുക, 2021 CP ജോൺ ആ സീറ്റ് ഉപേക്ഷിക്കുകയാണ് അല്ലെ? എന്തുകൊണ്ടാണ്? സീറ്റ് കോൺഗ്രസിന് തിരിച്ചു കൊടുക്കുകയാണ് CMP. അപ്പൊ 2016 വളരെ ചെറിയൊരു വോട്ടിനാണ് CP ജോൺ 2011 അപ്പൊ 16 റിസൾട്ട് എന്താ? 16 റിസൾട്ട് എന്ന് പറയുമ്പോൾ AC മൊയ്തീനും CP ജോണും തമ്മിലാണ് മത്സരം. 7,782 വോട്ട്. അപ്പൊ ഏകദേശം CP ജോണിന് മനസ്സിലായി ഇനി ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയട്ടെ, ഈ 2016 നിന്ന് അതേപോലെ തന്നെ 2021 CP ജോൺ അവിടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ചിത്രം മാറുമായിരുന്നു. കാരണം AC മൊയ്തീനെതിരെ അല്ല, അതിന് ഒരു കാരണം പറഞ്ഞുതരാം. 2016 ശേഷം 2021 എത്തി നിൽക്കുമ്പോൾ AC മൊയ്തീനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഒരുപാട് ആരോപണങ്ങളും EDയുടെ മറ്റേ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അത്രയും ഇതിൽ നിൽക്കുന്ന സമയം കൂടിയായിരുന്നു. അവിടെ CP ജോണിനെ പോലെ ഒരാൾ കുറച്ചുകൂടിയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്, ഒരു സീസൺ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ആളാണ് CP ജോൺ. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇടയിലും അദ്ദേഹത്തിനോട് ഒരു കളങ്കം, എക്കണോമിസ്റ്റ് കൂടിയാണ്. തോമസ് ഐസക്കിനെക്കാട്ടി നോളജ് എനിക്ക് തോന്നുന്നു CP ജോൺ പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിന്നിരുന്ന ഒരു വ്യക്തി. അപ്പോൾ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. MLA എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട്, അത് എല്ലാവർക്കും അഭ്യസ്തരവിദ്യരായിട്ടുള്ള ഒരുപാട് പേര് CP ജോണിനെ ഇപ്പോഴും പിന്തുണക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ 2021 ഇത് നിൽക്കുന്നതെങ്കിൽ ചിത്രം മാറുമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ഇതുവരെ മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് എനിക്ക് തോന്നുന്നു. അത് അന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു ഈ കോൺഗ്രസ് UDFന്റെ സ്ഥാനാർത്ഥി അത്ര AC മൊയ്തീനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല. അതാണ് അവിടെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം AC മൊയ്തീൻ ലഭിച്ചു. CP ജോൺ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 10,000 അല്ല, CP ജോൺ ആണെങ്കിൽ ഇടതുപക്ഷ വേവ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയാ. പക്ഷെ അവിടെ ഫീൽഡ് വർക്ക് ഇല്ല. അതെന്താ സംഭവം എന്ന് പറയും. ഇവിടെയൊക്കെ പ്രശ്നം വെച്ചാൽ CP ജോണിന്റെ പാർട്ടിക്ക് അവിടെ ആൾക്കാരില്ല. CMPക്ക് അവിടെ കോൺഗ്രസിന്റെ ആളുകൾ തന്നെ വർക്ക് ചെയ്യണം. അപ്പോൾ ഗ്രൗണ്ട് ലെവലിലുള്ള വർക്ക് കുറയണതാണ് എന്താണത് UDF എല്ലായിടത്തും നേരിടുന്ന ഒരു പ്രതിസന്ധി. അത് ഏറ്റവും ശക്തമായിരുന്നു CMPയുടെ സ്ഥാനാർത്ഥിയുടെ മത്സരം. ഞാൻ പറയാം, കുന്നോളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുന്നോളത്തെന്നല്ല, തൃശ്ശൂരിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കാവുന്ന ആളുകൾ ഇല്ല എന്നുള്ളതാണ്. ആ സംവിധാനമാണ്. ഞാൻ പറയട്ടെ, ഈ ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടിയായത് അത് തന്നെയാണ്. ഈ ലോക്സഭാ ഇലക്ഷനിൽ തിരിച്ചടിയായത് അത് പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ ബൂത്ത് ലെവലിൽ പ്രവർത്തിക്കാനുള്ള ആളുകൾ വളരെ കുറവായിരുന്നു എന്നാണ്. 2026 വരുമ്പോൾ AC മൊയ്തീൻ അവിടെ മത്സരിക്കില്ല. എനിക്ക് തോന്നുന്നു ടേമിലേക്ക് മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. എനിക്ക് വീണ്ടും ഞാൻ പറയട്ടെ, 2026 CP ജോണിൻ അല്ലെങ്കിൽ ഒരു നല്ലൊരു
രീതിയിലേക്ക് എനിക്ക് തോന്നുന്നത് ജയശങ്കർ തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാലും എനിക്ക് പ്രതീക്ഷയില്ല. അതേസമയം വെച്ചാൽ അവിടെ കോൺഗ്രസ് ഒരു മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കണം. ചന്ദ്രമോഹനെ എങ്ങനെയായിരിക്കും? ടി വി ചന്ദ്രമോഹൻ കാരണം അവിടെ ഈ 4 ടേം ജയിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൽ 2 തവണയും ടി വി ചന്ദ്രമോഹൻ ആയിരുന്നു എന്നുള്ളതാണ്. ടി വി ചന്ദ്രമോഹൻക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കെ കരുണാകരന്റെ അടുത്ത ഒരു അനുയായിയായിരുന്നു ആണ്. പിന്നെ കോൺഗ്രസിലെ ഒരു വലിയ ഈ ആടി നിൽക്കുന്ന BJP വോട്ടുകളൊക്കെ പിടിക്കാം, കേഡർ വോട്ടുകളല്ല, അത് ആടി നിൽക്കുന്ന BJP വോട്ടുകൾ, അത്തരം BJP വോട്ടുകളൊക്കെ ചന്ദ്രമോഹന് വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോ എനിക്ക് തോന്നുന്നു പൊളിറ്റിക്സിൽ ഈ പറഞ്ഞ കോൺഗ്രസ് പൊളിറ്റിക്സിൽ അദ്ദേഹത്തിന്റെ പേരുകളൊന്നും കാണപ്പെടും. അദ്ദേഹം ഇപ്പൊ ജില്ലാ പൊളിറ്റിക്സിൽ ഉണ്ടല്ലോ. ടി വി ചന്ദ്രമോഹനാണ് ഇപ്പോഴത്തെ കൺവീനർ എന്ന് തോന്നുന്നു. ആയിക്കോട്ടെ, എന്നാൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ വളരെ സീനിയർ ആയ ഒരാൾ എന്ത് ചെയ്യണം കോൺഗ്രസ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ മണലൂരൊക്കെ ഉണ്ടല്ലോ. മണലൂരൊക്കെ VM സുധീരനെ മത്സരിപ്പിക്കണം എന്നൊക്കെ കോൺഗ്രസിന് ആഗ്രഹം, ഒരുപാട് സീനിയേഴ്സിനെ കാരണം എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം UDF ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയൊരു പ്രതീക്ഷ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കമാൻഡ് വളരെ പ്രായോഗികമായിട്ട് തന്നെ അവർ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സർവേ നടത്തുന്നുണ്ട്. കുന്നംകുളത്ത് ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഒരു പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിന് വരികയാണെങ്കിൽ കോൺഗ്രസിനെ അവിടെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ CPM സംഘടനാ സംവിധാനം സ്ട്രോങ് ആണ്. അതാണ് താഴെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ TN പ്രതാപനൊക്കെ ഒന്ന് മത്സരിച്ചാൽ എന്തായാലും TM പ്രതാപനക്ക് അവിടെ വലിയ പ്രസക്തി ഉണ്ടാവില്ല. TM പ്രതാപന് അവിടെ വലുതായി തിളങ്ങാൻ പറ്റില്ല. അത് എനിക്ക് തോന്നണത് അങ്ങനെ TM പ്രതാപൻ അവിടെ മത്സരിക്കില്ല. കാരണം അവിടെ കുറച്ച് കമ്മ്യൂണിറ്റി ഫാക്ടേഴ്സൊക്കെ അവിടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആ കമ്മ്യൂണിറ്റി ഫാക്ടേഴ്സും പ്രത്യേകിച്ച് അവിടുത്തെ ക്രിസ്ത്യൻ ബെൽറ്റിന് യോജ്യമായിട്ടുള്ള നേതാവിനെ കൊണ്ടുവരണം. അതൊക്കെ ചന്ദ്രമോഹന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സെക്യുലറാണ്. അദ്ദേഹം ഒരു മതവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സെക്യുലറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നസീഫ് പറഞ്ഞു വരുന്നത് കുന്നംകുളത്ത് കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി ഒരു പരിശ്രമിക്കുകയാണെങ്കിൽ പരിശ്രമിക്കാന്ന് പറഞ്ഞാൽ ബൂത്ത് ലെവലിലേക്ക് അവർ ഇറങ്ങി ചെല്ലേണ്ടതായിട്ടുണ്ട്. ബൂത്ത് ലെവലിലെ പ്രവർത്തനം വളരെ മോശമാണ് കുന്നംകുളത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുന്നംകുളത്ത് എന്നല്ല, തൃശ്ശൂർ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അത് വളരെയധികം മോശമാണ്. അതുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു 4-5 സീറ്റ് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് സംസ്ഥാന ഭരണത്തിലേക്ക് എത്തൂ എന്നതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ.